കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ഏട്ടന് നാട്ടിൽ നിൽക്കാൻ ലീവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു 8 ദിവസത്തെ ലീവിനാണ് ഏട്ടൻ വന്നത്. ഞാനാണെങ്കിൽ മുന്നേ 1 മാസം മുന്നേ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രിവാൻഡ്രം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോഴത്തെ വീഡിയോ ആണ് ഇത്. ഈ നിൽക്കുന്ന സ്ഥലം കൊച്ചുവേളിയാണ്. കൊച്ചുവേളിയിൽ ഒരു പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. ചേച്ചി നിങ്ങളുടെ കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഈവനിങ് ആയപ്പോൾ പാർക്കിലേക്കാണ് വന്നത്. ഇവിടെ അടിപൊളി ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ സ്പീഡ് ബോട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അതിൽ കയറാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങളിപ്പോൾ. സ്പീഡ് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാട്ടോ അതെ ഈ ട്രെയിൻ കണ്ണിൽ പെട്ടത്. സ്പീഡ് ബോട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവരെയും കൊണ്ട് ഈ ട്രെയിനിൽ പോകാമെന്ന്. ഈ ട്രെയിൻ ഈ പാർക്ക് മൊത്തം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ട്രെയിനിൽ ഈ പാർക്ക് മൊത്തം കാണാൻ. അങ്ങനെ ട്രെയിനിലുള്ള ടിക്കറ്റും മേടിച്ചിട്ട് ഞങ്ങളത് ട്രെയിനിൽ കയറിയിരിക്കുക കേട്ടോ. മാമനും അമ്മായിയും വല്യമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒരു ബോഗിയിൽ ഞങ്ങൾ നിറഞ്ഞു അങ്ങോട്ട്. ട്രിവാൻഡ്രത്ത് എത്തിയ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. തലേ ദിവസം രാത്രിയിൽ ഒരു 1 മണി 1:30 ആയപ്പോഴാട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോഴേക്കും കാലത്ത് ഒരു 10-10:30 ആയിട്ടുണ്ടാവും. രാവിലെ തന്നെ നമ്മളൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ പത്മനാഭസ്വാമിനെ കാണാനാണ് കേട്ടോ പോയത്. അവിടുന്ന് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ ഒരു കസിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പാർക്കിലെത്തിയിരിക്കുന്നു കേട്ടോ. നല്ല രസമാണ് ആ പാർക്കിൽ ഈ ട്രെയിനിൽ പോയി കാണാൻ. ഈ പിള്ളേർക്ക് ഇവിടെ എക്സ്കർഷന് വേണ്ടി വന്നിട്ടുള്ള പിള്ളേരാണ്. തമിഴ്നാട്ടിലുള്ള പിള്ളേരാ തോന്നുന്നു കേട്ടോ. ധാരാളം തമിഴ് സംസാരിക്കുന്ന കേട്ടോ. നല്ല രസമാട്ടോ ഈ ട്രെയിനിൽ ഇങ്ങനെ പോകാൻ. ഈ ടൂർ എന്ന് പറഞ്ഞത് ഒട്ടും പ്രീ പ്ലാൻ ഇല്ലാത്തൊരു ടൂറാണ് കേട്ടോ. തലേ ദിവസം രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴേക്കും വണ്ടി റെഡിയായി ഞങ്ങൾ കൂടും കുടുക്കിയെടുത്ത് ഇറങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആവാത്ത കാരണം ക്ലോസ് റിലേറ്റീവ്സൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോൾ അവരേനെ എടുക്കാൻ മറന്നിട്ടില്ല. ഇനി നമ്മൾ നേരെ പോണത് വേറൊരു സ്ഥലത്തേക്കാണ്. അതെന്തായാലും അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇനി ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം പറയട്ടെ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഒത്തിരി ഷോർട്സ് വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സീ യു.